ഞാൻ ഒരുപാട് പാടിയിട്ടുള്ളത് ഒന്ന് ഏകാന്തപതിനെ അറിയോ? ഏകാന്തപതികൻ അറിയോ? ഏകാന്തപതികൻ ഞാൻ ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്തപതികൻ ഞാൻ. ഈ 14 വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് കല്യാണം കഴിച്ചിരുന്നോ? കല്യാണം അല്ല, അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് പോകുമ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ല. സുന്ദരമീ നിമിഷം പടോ സാന്ധ്യ താരകെ മറക്കുമോ നീ ശാന്ത സുന്ദരമേ നിമിഷം. അടുത്ത തലമുറക്കാര് നമ്മളൊക്കെ പഴഞ്ചനായിട്ടാ പറയാ. അതെ അതെ സത്യം. കാരണം അതൊക്കെ പഴഞ്ചൻ, പക്ഷെ അവർക്ക് ഇതിന്റെ ക്വാളിറ്റി നമുക്ക് അറിയുള്ളൂ. ഈ ക്വാളിറ്റി അവരെ ആസ്വദിക്കുന്ന ഈ ക്വാളിറ്റി അല്ല, അവരെ ആസ്വദിക്കുന്ന അവരുടെ ആ കാലഘട്ടത്തിലെ ക്വാളിറ്റിയാണ്. അപ്പൊ ഇത് കേമം എന്ന് നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അവർക്ക് പറയാൻ പറ്റില്ല. അത് മോശം എന്ന് നമ്മൾ പറയും, അല്ലാണ്ട് അവർക്ക് പറയാൻ പറ്റില്ല. അതാണ് കാലത്തിന്റെ മാറ്റം. ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. സുനിലിനെ കുറെ എനിക്ക് തോന്നുന്നു ഈ ഗാനമേള ചെയ്ത് ഹോട്ടലൊക്കെ പാടാൻ പോയിട്ടില്ലേ ഒരു കാലത്ത്? അല്ലേ, ഹോട്ടലില് ഇവിടുന്ന് അതിന്റെ പെട്ടെന്നൊരു കോള് വരുന്നു. അന്ന് ഞങ്ങള് ഇവിടെ ചോറ്റാനിക്കര പ്രോഗ്രാമിന് പോവാ, പവിഴത്തിന്റെ പരിപാടിക്ക്. പോകുന്ന വഴിയിലാണ് ഒരാള് കൊയിലാണ്ടി ഒരു സലാം എന്ന് പറഞ്ഞ ആളുടെ പുള്ളിക്കാരൻ വിളിക്കുന്നു. സുനിൽ ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട് ഗൾഫില്, താൻ തനിച്ച് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു 2-3 മാസം മുമ്പ് ഞങ്ങള് ഇപ്പം നമ്മളെ നടി ഭാവന, മണിച്ചേട്ടൻ, നമ്മളെ ഞങ്ങളെല്ലാവരും കൂടെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പം അന്ന് കഴിഞ്ഞ് വന്ന് അപ്പം ഞങ്ങൾ എന്താ ആ പ്രോഗ്രാം ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്പോൺസർക്ക് കൂടെ പോകുന്ന ഈ ഹോട്ടലിൻ്റെ ഓണറായിരുന്നു അത്ര. അത് നമ്മൾക്ക് അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ ഒക്കെ പോവാന്ന് പറഞ്ഞു. എൻ്റെ പാസ്പോർട്ട് കോപ്പിയൊക്കെ അയച്ചു കൊടുത്തു. ഒരാഴ്ചൻ്റെ ഉള്ളിൽ എല്ലാം റെഡി. നമ്മൾ കാരണം ഞാൻ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വരുന്നുള്ളത്. അങ്ങനെ ഇവിടെ തന്നെ കത്തി നിൽക്കുന്ന കാരണം കാരണം ദിവസം 2-3 പ്രോഗ്രാമൊക്കെ ചെയ്ത ദിവസമുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ. കാരണം ഇപ്പോൾ വീടെത്തുമ്പോൾ രാവിലെ 7 മണി 8 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും പോകണം. അങ്ങനെയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു പ്രോഗ്രാം ചെയ്ത് നമ്മൾ സാധാരണ സ്റ്റേജ് പ്രോഗ്രാമിനല്ലേ പോണേ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, അല്ല എവിടെയാണ് പ്രോഗ്രാം സ്പോട്ട്? എവിടെ? നിങ്ങൾ വേഗം വണ്ടി കയറും, സാധനങ്ങളൊക്കെ എടുത്തോളും. അങ്ങനെയെന്ന് പറഞ്ഞ് എൻ്റെ ഇവിടുത്തെ ബുക്കിൻ്റെ കെട്ടൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ വലിയൊരു ബിൽഡിങ്, അത്രയും ഉയരമുള്ള, കാരണം നമ്മൾ അത്രയും വലിയ ഉയരമുള്ള ബിൽഡിങ് നമ്മൾ കണ്ടില്ലല്ലോ. അവിടെ ചെന്ന് ഒരു വലിയൊരു ഡോറ്, നമ്മളെ വാതിലിൻ്റെ അങ്ങനെ 2-3 വലിപ്പം അത്രയും വലിയ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ ആകെ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഒരവസ്ഥ. ഭയങ്കര കാത്തട്ടപ്പിക്കുന്ന ശബ്ദം, നെഞ്ചിന് പൊളിയുന്ന പോലെ അങ്ങനത്തെ. അപ്പം ഞാൻ ഇത് എന്താണ്, ഒരു പിടിയും കിട്ടുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ ആകെ ഒരു ഒരു അരണ്ട വെളിച്ചം മാത്രം. ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കുറേ സ്ത്രീകൾ തരണീമണികൾ നിന്നിങ്ങനെ ഡാൻസ് ചെയ്യുന്നു. ഞാൻ അല്പവസ്ത്രധാരികൾ. അതെ, ഇത് സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട്. കാരണം അപ്പോഴും സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എനിക്കറിയാൻ പാടില്ലായിരുന്നു. അവിടെ ചെന്ന് ഇത് കണ്ടപ്പോൾ ഞാനത് ആകെ ഇങ്ങനെ വാവിളിച്ച്, ഇത് എന്തപ്പം നടക്കണേ, ഇത് എന്ത് പ്രോഗ്രാമാണ്? അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും മുന്നിൽ ഓരോ ടേബിളുണ്ട്, കുപ്പിയുണ്ട്, എല്ലാവരും സിഗരറ്റ് വലിച്ചിരിക്കുന്നു. പിന്നെ വേറെ എന്താ ഹുക്കാന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു വയറ് പോലെയൊക്കെ വലിച്ച് ഇതിങ്ങനെ കംപ്ലീറ്റ് ഈ എന്താ പറയുന്നത്, ഈ പുക മൂടി നിൽക്കുന്ന പറഞ്ഞത് ഇത് ശരിക്കും ഈ വലിച്ചുള്ള പുകയാണ്. ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ പൊന്നെ, അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു അനൗൺസ് ചെയ്തു. ഇങ്ങനെ അന്നൊക്കെ അവിടെ ബാൻഡുള്ളതൊക്കെ തമിഴന്മാരാണ്. അപ്പോൾ വന്നിട്ടാരേ പുതിയ സിംഗർ വന്നിട്ട് കേരള വന്ന് அந்த ആൾ വന്നിട്ട് എന്താ അടുത്ത പാട്ട് അവരെ പാടെ പോറേ. ഇത് എനിക്ക് അതും അറിയില്ല, ഈ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്താ തമിഴിൻ്റെ ഒരു അക്ഷരം കൂടെ അറിയില്ല. അതേസമയം ഇപ്പം അറിയുന്നല്ല കേട്ടോ പറയുന്നത്. ഏതായാലും അന്ന് മൈക്കെടുത്തു, പാടി. അവർ പറഞ്ഞൊരു പാട്ട് പാടി. ഏത് പാട്ട് പാടുമെന്ന് ചോദിച്ചു.
ഏതാണ് പറഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അവിടെ പാടാൻ പറ്റില്ല എന്നുള്ളത്. ഞാനവിടെ സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ ഓരോരുത്തർ ചെറിയൊരു കഷ്ണം 1 ഇഞ്ച് വീതിയും 2 ഇഞ്ച് നീളമുള്ള ചെറിയൊരു തുണ്ട് റോസ് കളറിൽ. അപ്പോൾ അതിൽ സോങ് റിക്വസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിലൊരു 4 വരിയുണ്ട്. നമുക്ക് അതിൽ പാട്ട് എഴുതിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അത് നമ്മൾ ആ സ്പോട്ടിൽ പാടണം. അത് അതെ ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം നമുക്ക് അറിയില്ലല്ലോ, നമ്മളിവിടെ ഇപ്പോൾ ഒരു ഗാനമേളയ്ക്കൊരു സീസണിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഹിറ്റ് ഗാനങ്ങൾ പോകാൻ ചിലപ്പോൾ ഒരു 4 സീസൺ പോകും. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ. അവിടെ ചെന്ന് എന്തോ ഭാഗ്യത്തിന് കുറച്ച് പാട്ടുകൾ, കാരണം ഇപ്പം വിയൻകുട്ടി മാഷ പോയതുകൊണ്ടും കുറച്ച് മാപ്പിളപ്പാട്ടും കുറച്ച് ഹിന്ദി പാട്ടും ഇതൊക്കെ അറിയായിരുന്നു. അപ്പം അങ്ങനെ പാടി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കാരണം അതങ്ങോട്ട് ദഹിക്കുന്നില്ല. കാരണം ഈ ഒന്നാമത് സിഗരറ്റിൻ്റെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടെ ചെന്ന് 2 മാസം ശരിക്കും കഷ്ടപ്പെട്ടു പോയി. കാരണം നമ്മൾക്ക് ഒരിക്കലും, കാരണം ഇത് പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും അല്ല ഉപ്പൻ്റെ മാരുണ്ട്, കണ്ണൊക്കെ ചുമന്ന് തുടുത്ത് അത്രയും. നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഒന്ന് മാറി നിൽക്കാൻ പറയാം. അത്രയും ഡ്രസ്സ് വരെ സ്മെല്ല് ചെയ്യും ഈ സിഗരറ്റിൻ്റെ സ്മെല്ല്. അങ്ങനെ അവിടെ ചെന്നു 1 മാസത്തിന്, കാരണം 1 മാസം പ്രോഗ്രാം എന്നാ പറഞ്ഞു. അത് ആഴ്ചയിൽ 2-3 അങ്ങനെ പറഞ്ഞിരുന്നത്. അങ്ങനെ അവിടെ ചെന്നു 1 മാസം ഉള്ളത് 2 മാസമായി, 6 മാസമായി. പിന്നെ ഞാനും കൂടെ അറിയാണ്ട് അവരെ വിസ എനിക്ക് അവിടെ പാസ്സാക്കി. ആ നിപ്പ് പിന്നെ അങ്ങനെ നിന്ന് 14 വർഷം നിന്നു. ഈ 14 വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അന്ന് കല്യാണം കഴിച്ചിരുന്നോ? കല്യാണം അല്ല, അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് പോകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഈ ലെവലിലേക്ക് ഹോട്ടലിലേക്ക് പോകുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞ് ആകെ 1 വർഷം ആയിട്ടില്ല. ആ സമയത്താണ് ഇവിടുന്ന് പോകുന്നത്. അവിടെ ചെന്നു ഈ 14 വർഷം കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞാൻ മരത്തനായി മാറി. എൻ്റെ എല്ലാ കോണ്ടാക്ട്സ് പോയി ഞാൻ അവിടെ ഉണ്ടല്ലേ, ഇനിയിപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ വയ്ക്കും എത്ര വ്യൂ ഉണ്ടാവും, എന്നാ പോവാ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ എല്ലാ കോണ്ടാക്ട്സും, കാരണം നമുക്കുണ്ടായിരുന്ന പഴയ ബന്ധങ്ങളും എല്ലാം പോയിന്നല്ല. അതിനോട് ആകെ കിട്ടിയ ഗുണം അതാണ്. പിന്നെ അതിനും വലിയൊരു ഗുണം കിട്ടി, കുറെ അസുഖങ്ങൾ കിട്ടി. സ്വാഭാവികം പ്രവാസ ജീവിതത്തിൽ. അതെ ഞാൻ പിന്നെ എന്താ അറിയോ, പിന്നെ ഞാൻ എന്ത് കിട്ടിയാലും വീട്ടിൽ വന്ന് വരുന്ന ഒരു വർക്ക് അല്ല, എന്ത് കിട്ടിയാലും വീട്ടിൽ നിന്ന് കുടുംബമായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. കാരണം നമ്മളെ ബേസ് നമുക്ക് ഒരു കാലത്ത് ചിലപ്പം കുറേ കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഇതൊന്നുമില്ലാത്ത കാലം വരും. സത്യമാണ്. അപ്പം നമ്മളെ ഫ്രണ്ട്സും ഉണ്ടാവില്ല അല്ലേ? കാരണം ഇപ്പം ഞാനെന്ന വ്യക്തി ഒരു പേരുള്ള ആളെ കൂടെ ഫോട്ടോ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അയാളുള്ള സ്നേഹം കൊണ്ടല്ല. ആ പേരുള്ള വ്യക്തി യുടെ കൂടെ ഫോട്ടോ എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമുള്ള ചിന്തയില്ല, സ്നേഹം കൊണ്ട്. പക്ഷെ അവർക്ക് ആ ധാരണ ഉണ്ടാവില്ല. അപ്പം ഉള്ള സമയത്ത് നമ്മളെ കൂടെ ധാരാളം ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളെ ബേസ് നമ്മളെ കുടുംബം തന്നെയാണ്. അപ്പം അതിന് വിട്ടിട്ടൊരു കളി, അതുകൊണ്ടാണ് ഈ കുടുംബത്തിനെ വിട്ട് മാറി നിൽക്കണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീണ്ടുമൊക്കെ മറന്നിട്ട് പലരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും പല സ്ഥലത്തും കിട്ടുക. ഇതൊക്കെ കിട്ടിയാൽ ഇപ്പോൾ പല ആൾക്കാരും കണ്ടില്ലേ, അനാഥാലയത്തൊക്കെ പേരുണ്ടായിരുന്ന ഒരു കാലത്ത് കേമനായിരുന്ന ആൾക്കാർ എന്നാണ് അനാഥാലയത്തിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഈ അവഗണനകളൊന്നും, ഇപ്പോൾ ഒരാളെ അവഗണിക്കുകയാണെങ്കിൽ അത് അയാളെ വിവരക്കേട് എന്ന് കരുതുക അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ സ്വയം സമാധാനിക്കാൻ നമ്മൾ കണ്ടെത്തണം. അപ്പം നമ്മളെന്നും സമാധാനം ജീവിക്കാൻ പറ്റും. അപ്പം അവനാണ് എന്ത് കിട്ടുന്നു. ചിലർ പറയും അതൊന്നും പറയും, ഇങ്ങനെ പോരാ, ശ്രമം എന്ത് വേണമെങ്കിലും തയ്യാറാവണം എന്നൊക്കെ പറയാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സത്യമാണ്, കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയിട്ട് കിട്ടിയൊരു എനിക്ക് വലിയൊരു മുതൽക്കൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കളക്ഷൻ കിട്ടി അല്ലേ? കാരണം ഇപ്പോൾ നമ്മൾ പാടാത്ത കേൾക്കാത്ത പാട്ടുകൾ റിക്വസ്റ്റ് പറയും, ഞങ്ങൾ നാളെ വരാം, നിങ്ങൾ പാട്ട് പാടിത്തരണം എന്ന് പറയും. കാരണം നമ്മൾ ഉത്തരവാദിത്തമായി മാറി. പിന്നെ കാരണം നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടി നാളെ വരും, വന്നിട്ട് നമ്മൾ പാടിക്കൊടുത്തില്ല, കസ്റ്റമർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഹോട്ടലിൻ്റെ നിലനിൽപ്പും കൂടെ നമ്മൾ നോക്കണ്ടേ. ഇപ്പോഴും സിസ്റ്റം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോഴും തന്നെ ഞാൻ അവിടുന്ന് ഇപ്പോൾ ഒഴിവാക്കിയിട്ട് ഗൾഫ് നിർത്തിയിട്ട് ഒരു 10-14 വർഷമായി. ഇപ്പം എന്താ ചെയ്യണേ? ഇപ്പോൾ സ്ഥിരമായിട്ടും മേക്കപ്പ് തന്നെ. മേക്കപ്പ്? ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടാണ് പോകുന്നത്. ആണോ? കാരണം മോള് ഈ ഫീൽഡിൽ തന്നെയാണല്ലോ. ഡാൻസിന്റെ അപ്പോൾ മോള് അവിടെ കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് നടന്നിരുന്നെന്ന് മോൾക്കാണ് ഹൈസ്കോർ മാർക്കുള്ളത്. അന്നൊന്നും ഇതാണ്. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് അനൗൺസ് ചെയ്യില്ലല്ലോ. അപ്പോൾ
അപ്പോൾ പിന്നെ മക്കളെ ഈ ഫീൽഡാകുമ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ഒരാൾ ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ ഒരു ഭീമമായ സംഖ്യ നമ്മൾ കൊടുക്കണം. മാത്രമല്ല മോൾക്കൊരു സെക്യൂരിറ്റിയും കൂടിയാണ്, സ്വന്തം അച്ഛനല്ലേ കൂടെ. തീർച്ചയായിട്ടും അതാണ് മെയിൻ കാര്യം. അതെ അതെ. കാരണം ഇന്നത്തെ കാലം നമുക്കൊന്നും പറയാൻ വയ്യ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ഇപ്പോൾ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ കലാമണ്ഡലം ശ്രീരേഖ നായർ, പിന്നെ ഒരു സുനിധി ടീച്ചറുണ്ട്. ഒരു കാര്യം ചെയ്തോളൂ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡാൻസിൻ്റെ പാട്ട് പഠിച്ചോളൂ. പഠിക്കുന്നത് കാരണം പാടാമല്ലോ. അതെ അതെ. കാരണം പണ്ട് ഞാൻ ഒരു ഹിന്ദുവേർത്തി ഉണ്ട് കോട്ടക്കില്, ഹിന്ദുവേർത്തിലെ അനിയൻ സഹദേവൻ. അപ്പോൾ ഹിന്ദുവേർത്തി ഡാൻസ് ടീച്ചറാണ്. അവർക്ക് പാടാൻ അദ്ദേഹത്തിന് അനിയനാണ്. ഒരു ദിവസം അനിയന് പിന്നെ പനിയൊന്തോ ആയി പ്രോഗ്രാമിനൊന്ന്. അപ്പോൾ എന്നോട് പറയാണ് ഒരു 2-3 പാട്ട് പഠിക്കുമോ. അപ്പം ഞാൻ ക്ലാസിക്കൽ കീർത്തനമൊക്കെ കുറച്ച് പഠിച്ചാണല്ലോ. അതെ അതെ അതെ. അപ്പം പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് 2-3 പാട്ടുകൾ ടീച്ചർ പറഞ്ഞു, ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞാൻ പഠിച്ചു. എന്നിട്ട് മുട്ടുശാന്തി പോലെ ഞാൻ പാടി. പിന്നെ തോന്നിക്കുക പഠിച്ചാൽ നന്നായി. പക്ഷെ പിന്നെന്താ ഈ ഡാൻസിന് ഇങ്ങനെ കുറേ പോകണ്ടേ, രാത്രി ഉറക്കൊഴിച്ചിലൊക്കെ വേണ്ടേ. അത് എന്താ അന്ന് പഠിച്ചാണ് സ്വാമിയേ വര ചൊല്ലടി സഖിയേ, ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അന്ന് പഠിച്ചതാണ്. ഒരു കല്യാണി വർണ്ണം ഡാൻസിന് വേണ്ടിയിട്ട് പഠിച്ചതാണ്. അപ്പം അങ്ങനെ സുനിലിന് ഡാൻസിന് അവൾ കളിക്കുന്ന പാട്ടുകൾ പഠിച്ചിട്ട് പാടും ചെയ്യാമല്ലോ. അല്ല, എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ട്. കാരണം നമ്മൾക്ക് ഇതിന് പ്രാക്ടീസ് ചെയ്യാനോ, അത് കാരണം മാഷ്ക്കറിയാലോ വീട്ടിലത്തെ സിറ്റുവേഷനൊക്കെ. അപ്പോൾ നമ്മൾ വർക്കിന് പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടില്ല. എന്നാലും ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ കൂടെ പോവില്ലേ? അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കും തീർച്ചയായും. 2-4 തവണ കേട്ട് ഞാൻ അധികം ക്ലാസിക്കൽ പഠിക്കാൻ പറ്റിയില്ല. അതെ. എന്നാലും പോയല്ലേ പാടാനുള്ള കഴിവ്. ഇപ്പം ജയേന്ദ്രനൊക്കെ ക്ലാസിക്കൽ പഠിച്ചിട്ടാണോ? അദ്ദേഹം എന്തൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. ഏതാ ഒരു അരക്കളൻ മുക്കാക്കളൻ സിനിമയൊക്കെ അല്ലേ, അത് യേശുദാസും ജയേന്ദ്രൻ കൂടി പാട്ട് പാടിയില്ലേ? പാട്ടിന്റെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ് അത്. അതിൽ സ്വരമൊക്കെ പാടുന്നുണ്ട്. അതെ അതെ. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വരും ശുംഭനോ, അത് യേശു പാടും. അപ്പൊ ഇദ്ദേഹം കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വരും ശുംഭനോട് ജയന്ദ്രൻ പാടും. കുറച്ച് ലൈറ്റല്ലേ വോയിസ്. അത് രസമായിട്ട് പാടിയില്ലേ? അപ്പം പാടാനുള്ള ഇൻബോൺ ടാലന്റ് ഉണ്ടായാൽ മതി. ക്ലാസിക്കൽ പഠിച്ചു വെച്ചിട്ട് വലിയ കേവനാകും പറയാൻ പറ്റുന്നില്ല. കാരണം ചില ആൾക്കാർ ക്ലാസിക്കൽ പഠിച്ചാൽ ലൈവ് സോങ് പാടാൻ വിഷമാ പല ആൾക്കാരും. ഇപ്പം ദാസേട്ടൻ മാത്രമൊക്കെ അതിനൊക്കെ ഒരു പിന്നെ എന്താ പറയുക, ഒരു അപരാധം എന്താ പറയുക. അദ്ദേഹം ക്ലാസിക്കലും എല്ലാം പാടുന്നല്ലോ. അപ്പം ക്ലാസിക്കൽ പഠിച്ചു വെച്ചിട്ട്, പക്ഷെ മിക്ക ക്ലാസിക്കൽ പഠിച്ച ആൾക്കാരും അവർ ലൈവ് സോങ് പാടുമ്പോൾ ക്ലാസിക്കലിൻ്റെ ടച്ച് വരും. അതെ അതെ. അപ്പം സുനിൽ എന്തായാലും ആ പാട്ടൊക്കെ പഠിക്കാം. പഴയ പാട്ടൊക്കെ എന്താ രസമല്ലേ? പഴയ പാട്ടിലൊക്കെ അല്ലേ എന്താ എനിക്ക് ഈ കുറച്ചൊരു ഈ ഗമങ്ങളൊക്കെ പാട്ടേ, സ്വപ്നങ്ങൾ കള്ളിപ്പാലുകൾ പൂത്തു എന്ന പാട്ടല്ലേ, അങ്ങനത്തെ പാട്ടൊക്കെ ഇട്ട് അതൊന്ന് അറിയോ? ആ പാട്ട് ഓർമ്മ ഉണ്ടോ? കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളിപ്പൂക്കുട തീർത്തു, ആരിലും അവയുടെ സൗരഭം ആളിപ്പടരുമുരുൻ. അതിൽ പൂനില സ്വപ്നം കണ്ടു മയക്കും, അങ്ങനത്തെ ബ്രേകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാലരുവിക്കരയിൽ അങ്ങനത്തെ സോഫ്റ്റ് പാട്ടുകളൊക്കെയാണ്. അതെ അതെ. അങ്ങനത്തെ വേറെ നല്ല പാട്ട് അല്ലേ? എത്ര നല്ല നല്ല പാട്ടുകൾ. അർജുന മാഷൊക്കെ പാട്ടുകളൊക്കെ നല്ല. പക്ഷേ വേറെ ഇപ്പോൾ നമ്മൾ സാധാരണ പ്രോഗ്രാമിന് പോകുമ്പോൾ ഇപ്പോൾ ആദ്യമൊക്കെ എവിടെ ചെന്നിടയിൽ ആദ്യം തന്നെ ചോദിക്കുക അടിപൊളി പാട്ടുകളില്ലെന്ന് ചോദിക്കുക. അതെ അതെ അതെ. ഇപ്പോൾ കുറച്ച് കാലങ്ങളിൽ, ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് പുറത്തേക്ക് വരുമ്പോൾ അത് ഓരോ കാലത്തും ഓരോന്ന് മാറി മാറി വരും. ഇപ്പം ചെറുപ്പക്കാർ ഇപ്പോൾ ഒരു 10, 20, 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് അവരൊക്കെ ചോദിക്കുന്ന ആദ്യം തന്നെ വന്ന് ചോദിക്കുമ്പോൾ അതെ ആ പാട്ട് കയ്യിലുണ്ടോ? അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇതാണ് ഏതെങ്കിലും ഇത് ഒരു 90, 85, 90 കാലഘട്ടത്തിലുള്ള പാട്ടുകളിലേക്ക് വന്നു തുടങ്ങിയില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ നെഞ്ച് പൊളിക്കുന്ന പാട്ടുകളേ ഉള്ളൂ. കാരണം പാടുന്ന എന്താണെന്നോ ഇതിൽ എന്താ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. എന്തോ ഒരു സംഭവം കഴിഞ്ഞു, എന്തോ ഒരു വെടിക്കെട്ട് തീർന്ന പോലെ ഒരു പാട്ട് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ നൈമിഷിക്കാണ്. ഇതാരും ഓർക്കാൻ പോകുന്നില്ലല്ലോ. ആ 2-3 മണിക്കൂറോ അത് ആസ്വദിച്ച് പോകുന്നു. ഒരു കച്ചേരി കേൾക്കുമ്പോഴല്ല
സത്യം പുതിയ പാട്ട് ഇങ്ങനത്തെ അടിപൊളി പാട്ട് പോലെ ചെയ്യാൻ പാറ്റ പോലെയുള്ളൂ. വരുന്നു പോകുന്നു കഴിഞ്ഞു. ഇപ്പം വേറൊരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്, ഭജൻസ്. ഓ ഇപ്പൊ ഒരു കൂട്ടർ പ്രശസ്തമായല്ലോ, ഇപ്പൊ അത് കണ്ട് എല്ലാവരും ഭജന തുടങ്ങി. അതും കുറച്ചുകൂടെ കഴിഞ്ഞു. അതെ, അതായത് എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ അതുപോലെ മറ്റെല്ലാവരും അനുകരിക്കുക, അനുകരണം തന്നെ. അതായത് ഒരു പിന്നെ പലചരക്ക് കട ഒരാൾ ഇവിടെ നടത്തുന്നുണ്ട്. അദ്ദേഹം അത്യാവശ്യം സുഖമായിട്ട് ജീവിച്ചു പോകണം. അപ്പോഴൊക്കെ അടുത്ത കൊല്ലം ഉണ്ടാവും തൊട്ടപ്പുറത്ത് ഒരു ചെറുകിട. എന്നിട്ട് ഇയാളെ പാരക്കാനായിട്ട് അയാൾക്ക് വേറെ ഉപയോഗം തുടങ്ങിയ പോരെ. അതുപോലെയാണ് ഒരാൾ പച്ച പിടിക്കുന്നു കണ്ടാൽ ഉടനെ അവിടെ അവരെ നാശാക്കാനായിട്ട് ഒരാൾ തുടങ്ങും. ഇങ്ങനെ ഓരോ മനസ്സിന് ഓരോരുത്തർക്ക്. നമ്മള് ഗാനമേളയ്ക്ക് ഇപ്പൊ ദാസേട്ടൻ പാടി വെച്ചല്ലേ, ജയചന്ദ്ര അദ്ദേഹം പാടി വെച്ച ഈ പാട്ടുകൾ തന്നെ നമ്മൾ കോപ്പിയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും വല്ലാത്തൊരു സങ്കടം തോന്നില്ല, എന്താ അറിയോ, നമ്മൾ ഓരോ പ്രോഗ്രാമിനും, കാരണം വലിയ വലിയ ഗായകർ കേട്ടോ, അതിപ്പോ ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്നതാണ് പേരുള്ള ഗായകരും. ഇപ്പോൾ ഓരോരോ പാട്ടുകൾ, ഇപ്പോൾ ദാസേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളും പാടി വെച്ചതിനേക്കാളും അതിൻ്റെ ഇതാണ് ഗമകങ്ങളൊക്കെ മാറ്റി മറിച്ച് പാടുന്നു. അതിനോട് മാഷ എന്താ അതിൻ്റെ അഭിപ്രായം? എനിക്ക് തീരെ താല്പര്യമില്ല കാര്യം. അതിനെതിര് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിര് പറയാൻ ആൾക്കാരുണ്ടാവും. കാരണം ഇപ്പം ദേവരായ മാഷ് പാട്ട് ഇപ്പം പാലരുവി കരയിൽ അല്ലേ, പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ പനിനീരു തിരും രാവിൽ കുരുവി. അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് വിളയ്ക്കാൻ നമുക്ക് തോന്നുമോ? എനിക്ക് തോന്നില്ല. ഇതിന് കറകളഞ്ഞ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണ്. അത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേവരായ മാഷൊക്കെ ഇത് കേട്ടു എങ്കിൽ, അല്ലെ അർജുന മാഷ് അത് കേട്ടു എങ്കിൽ പിന്നെ പുളിച്ച തെറി പറയും. കാരണം അവൻ്റെ കുട്ടിയാണത്. ഈ കുട്ടീനെ വികലമാക്കുന്ന പാലരുവി കരയിൽ ഒക്കെ പറഞ്ഞാൽ ശരിയാവോ? ഇങ്ങനെ കുറെ ആൾക്കാർ ഇപ്പോൾ പാടുന്നുണ്ട്. അവരൊന്നും പറയാൻ പാടില്ല. അപ്പൊക്കെ അവർ വന്നിട്ട് കുറ്റം പറയും. അവർക്ക് വേറെ പാട്ടുണ്ടാക്കാമല്ലോ, അവർക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാമല്ലോ, അത് ചെയ്യാൻ അവരൊക്കെ പറ്റൂല. ഇതിനെ മുകളിൽ കസത്ത് കളിക്കും. എന്ത് കഷ്ടം അറിയാം ആ പാട്ടിൻ്റെ. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ കുറേ ഗായകർ അവർ പാടും. ഇപ്പം പഴയ യേശുദാസും ജയചന്ദ്രനൊക്കെ പാടിയ പാട്ടുകൾ അവർ പാടിട്ടും. എന്നിട്ട് അതാണ് പിന്നെ ആൾക്കാർ കേൾക്കണത്. അതെ അതെ അതെ. ഇതിൽ പല പാട്ടും ചില ആൾക്കാർ പാടുമ്പം ഈ യേശുദാസ് പാടിയപ്പോൾ ഇത് യേശുദാസ് പാടി പറയുമ്പോൾ അല്ല ഇത് ബിജു നാരായണൻ പാടിയതാ എന്ന് പറയും. കാരണം ഇവർ പാടിയതാണ്. അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് കാലം അല്ലേ പാടിയിട്ട്. അപ്പം ആ പാട്ടിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്തരുത് ആരായാലും. എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്, അതല്ലാത്തവരുണ്ടാവും. കാരണം ഞാൻ ഒരുപാട് സ്റ്റേജിൽ ഇപ്പം ഞാൻ പങ്കെടുത്ത ഒരുപാട് സ്റ്റേജിൽ അങ്ങനെ എത്രയോ പാട്ടുകാരുണ്ട്. ഞാൻ വിചാരിച്ചു ദൈവം ഇങ്ങനെ പാടുന്നേ. കാരണം നമുക്ക് ചോദിക്കാൻ പറ്റും, ആ സ്പോട്ടിൽ നമ്മൾ ചോദിച്ചാൽ അവർക്ക് ഇൻസൾട്ട് ആയിട്ട് തോന്നില്ല. അത് ചോദിക്കാൻ ഇത് പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ മൂട്ടിൽ നമ്മൾ പോവുകയും ചെയ്യും. ഇത് പാടി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സിനൊരു സങ്കടം വരിക. കാരണം ഇത്രയും ഭംഗിയായിട്ട്, കാരണം ഇത്ര പോപ്പുലറായിട്ടൊരു ഗാനം കൊണ്ടുപോയിട്ട് ഈ രൂപത്തിലാക്കാൻ അവർക്ക് മനസ്സ് ധൈര്യം വന്നല്ലോ എന്നാണ്. അത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആ കാര്യം. ഏതെങ്കിലും പഴയ പാട്ടോ സാധാരണ പണ്ടൊക്കെ പാടാറുണ്ടാവില്ലേ? ഏതെങ്കിലും പാട്ട് പാടും? ഇപ്പോൾ ഞാൻ ഒരുപാട് പാടിയിട്ടുള്ളത് ഒന്ന് ഏകാന്തപതിനെ അറിയോ? ഏകാന്തപതി കന്യ ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്തപതികൻ ഞാൻ. അടുത്ത വരി അറിയാം? എവിടെ നിന്നെത്തി എന്നറിവില, ഏതാണ് ലക്ഷ്യമെന്നറിവില, മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ, തേടുന്ന പാന്തൻ ഞാൻ. എൻ്റെ അമ്മേ, സത്യം പറയല്ലോ പക്ഷേ ഇതൊക്കെ പാടുമ്പോൾ സത്യം പറയുന്ന ശരീരം എടുത്ത് പിടിക്കും. അത്രയും അങ്ങനത്തെ പാട്ടുകളാണല്ലോ. കാരണം ഇപ്പോഴത്തെ പാട്ടല്ലേ ഇത്? അതെ അതെ, രാഘവമാഷ് ട്യൂൺ ചെയ്തത്. ഞാൻ ഇന്നലെ ഒരു അമ്പലത്തിലെ ഒരു ഉദ്ഘാടനത്തിൽ പോയി. ഉദ്ഘാടനത്തിലെ ഗസ്റ്റായിട്ട് പോയതാ. അമ്പലത്തിൻ്റെ 2ാം വാർഷികം ഇവിടെ കൂടൂര്. അപ്പം ഞാൻ 2 വർത്തമാനമൊക്കെ പറഞ്ഞു. ചെറിയ 4 അവിടുത്തെ ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. അപ്പോൾ അയ്യപ്പനെ കുറിച്ച് ശ്ലോകം പാടി. അപ്പോൾ പാടിയിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പം പിന്നെ സുരേഷ് എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു
ഇവിടെ ഉള്ളവർക്ക് ശിവദാസൻ്റെ പാട്ട് കേൾക്കണം, അപ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് പാടിയ തർക്കമില്ല എന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അമ്പലത്തിലല്ലേ, അപ്പോൾ ഭക്തിഗാനം മതിയോ ചോദിച്ചു. എന്തായാലും കുഴപ്പമില്ല, ശിവദാസേട്ടൻ എന്ത് പാടിയാലും കുഴപ്പമില്ല ആക്കണം. എന്നൊരു പാട്ട് പാടുന്ന സാന്ധ്യതാരകയെ മറക്കുമോ പാടി. അത് പാടി കഴിഞ്ഞപ്പോൾ ഒരാൾ സദസ്സിൽ നിന്ന് വന്നിട്ട് പറയണം, ഓ എൻ്റെ ദാസേട്ടാ ഇതൊക്കെ കേട്ട് എത്ര കാലമായി, എന്താ സുഖം പാട്ട്. അതെ അതെ. അപ്പോൾ അത്രയും ട്യൂണുകളെ, പണ്ടത്തെ ട്യൂണ് ഞാൻ അതാ പറഞ്ഞത്, അത് മെനക്കെട്ട് ഇരുന്നുള്ള ട്യൂണുകളാണൊക്കെ. അതൊക്കെ ആ ട്യൂണിനൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ അപ്പം ചവിട്ടത്തടിക്കണം. സത്യമാണ്. സാന്ധ്യത്താരക്കെ മറക്കുമോ നീ ശാന്തസുന്ദരമീ നിമിഷം. പാടോ. സാന്ധ്യത്താരക്കെ മറക്കുമോ നീ ശാന്തസുന്ദരമീ നിമിഷം. കൽപ്പന തന്നുടെ കൽപദ്രുമങ്ങൾ പുഷ്പമഴ പെയ്യുമീ നിമിഷം. സാന്ധ്യത്താരക്കെ മറക്കുമോ നീ ശാന്തസുന്ദരമീ നിമിഷം. പുഷ്പവതി എന്നൊരു രാഗമാണ്. അന്നത്തെ ആ പാട്ടിന്റെ വരികളും ട്യൂണും എല്ലാം അതിങ്ങനെ ഇഴുകി ചേർന്നിരിക്കുക. അതാണ് പണ്ടത്തെ പാട്ടിലെ. കുറ്റം പറയല്ല, ഇപ്പോഴത്തെ കുട്ടികൾ റിയാലിറ്റി ഷോ ഒക്കെ പാടുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും പാട്ട് ഓർമ്മ, കുറ്റം പറയല്ല, വീണ്ടും പറയുന്നു സത്യം. മനസ്സിൽ വരി എന്താണോ ആ വരി അർത്ഥം ശരിക്കും നമ്മൾ മനസ്സിൽ കീറി ചെല്ലും ഈ ട്യൂണുകൊണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ട്യൂണാണ് നമുക്ക് മനസ്സിൽ വരിക. പക്ഷേ ഇപ്പോഴത്തെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, നമ്മള് കേൾക്കുന്നു, അതാ വഴിക്കങ്ങനെ പോകുന്നതല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വേറെ എവിടേക്കോ ഏതൊക്കെയോ തലങ്ങൾക്ക് നമ്മൾ മനസ്സ് പോയിക്കൊണ്ടേയിരിക്കും. അത് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കല്ലോലി അതറിയല്ലോ അല്ലേ. കല്ലോലി വനകല്ലോലി നിൻ തീരത്തു വിടരും പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ കല്ലോലിനി. കല്ലോലി എന്ന് പറയുമ്പോൾ അതും, ഉറക്കൂ എന്ന് പറയുമ്പോഴും താരാട്ടു പറയുമ്പോഴും അതല്ല, താരാട്ടിന്റെ താരാട്ട് വന്നു, ഉറക്കുന്ന സ്ഥലത്ത് ഉറക്കുന്ന അത് വന്നു. അല്ലാതെ ആ അർത്ഥവത്തായിട്ടുള്ള സംഭവം ആ ട്യൂണിലും എല്ലാത്തിലും വന്നു എന്നുള്ളതാണ്. അല്ലേ ഇപ്പൊ ഇനിയുള്ള കുറച്ച് കാലഘട്ടത്തിലുള്ള സംഗീതം കൂടി അന്നുള്ള വലിയ വലിയ ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇല്ലേ, അങ്ങനെ ചെയ്തു വെച്ചിട്ടാണ് അവരൊക്കെ പോയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറെ ഇല്ല. ഇനി ഇങ്ങനെ തുള്ളി കളിക്കുന്ന പാട്ടുകളൊക്കെ തന്നെ ഉണ്ടാവും. അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മളെ ചിന്താഗതി മാറുന്നതനുസരിച്ച് നമ്മളിൽ നിന്ന് പ്രൊഡക്റ്റൊക്കെ മാറും. അതെ അതെ അതെ. അത് ഈ പഴയ പറഞ്ഞല്ലേ, ഈ ആസ്വാദന ശേഷിയൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതൊന്നും പറയാൻ വയ്യ. പക്ഷെ നമ്മൾക്ക് ഇതിങ്ങനെ വിലപിക്കാം എന്നുള്ളൂ. ഏത് കഴിഞ്ഞ കാലത്തിൻ്റെ നന്മകൾ വെച്ച് വിലപിക്കാം എന്നതുള്ളൂ, ഒരു കാര്യമൊന്നുമില്ല. ഏറ്റവും വലിയ സന്തോഷം തന്നെ ഇത്രയും വലിയ വലിയ ആൾക്കാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചല്ലോ എന്നുള്ളതാണ്. നമ്മൾക്കത് ആ കാലഘട്ടം ജീവിക്കാനൊരു അവസരം ദൈവം തന്നില്ല, അതന്നെ വലിയ സന്തോഷം. അല്ല ഇനി അടുത്ത വരുന്ന തലമുറയ്ക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഇങ്ങനത്തെ ഒരു അനുഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് പറയാൻ എന്തോ ഉണ്ടാവും എന്ന് ഓർത്ത് നോക്കൂ. പക്ഷെ അത് പറയാൻ പറ്റില്ല കേട്ടോ. അടുത്ത തലമുറക്കാർ നമ്മളൊക്കെ പഴഞ്ചനായിട്ടാണ് പറയാ. അതെ അതെ സത്യം. കാരണം അതൊക്കെ പഴഞ്ചൻ. പക്ഷെ അവർക്ക് ഇതിന്റെ ക്വാളിറ്റി നമുക്ക് അറിയുള്ളൂ. ഈ ക്വാളിറ്റി അവരെ ആസ്വദിക്കുന്ന ഈ ക്വാളിറ്റി അല്ല, അവരെ ആസ്വദിക്കുന്ന അവരുടെ ആ കാലഘട്ടത്തിലെ ക്വാളിറ്റിയാണ്. അപ്പൊ ഇത് കേമം എന്ന് നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അവർക്ക് പറയാൻ പറ്റില്ല. അത് മോശം എന്ന് നമ്മൾ പറയുന്നല്ലാണ്ട് അവർക്ക് പറയാൻ പറ്റില്ല. അതാണ് കാലത്തിന്റെ മാറ്റം. ഏതായാലും പക്ഷെ നമ്മളിപ്പോ ഇത്രയും ടൈമായില്ലേ, നമ്മളിപ്പോൾ കുറേ സംസാരിച്ചു. മാഷ ഏതെങ്കിലും ഒരു 4 വരി കീർത്തനം എന്ന് കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം എന്നാൽ ക്ലാസ്സിൻ്റെ സമയത്ത് അന്ന് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ക്ലാസ്സിനുള്ള സംഗതി മാത്രമേ പാടാൻ, എന്നാലും മാഷ അന്നതിൻ്റെ ഇടയിൽ ഓരോ സംഭവങ്ങൾ പാടാൻ തമ്പുരും വെച്ചിട്ട് ഇങ്ങനെ പാടാറുണ്ട്. തമ്പുരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ. ഓക്കെ, സന്തോഷം. ഒരു 4 വരി കേൾക്കാനൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, ഞാനൊരു ചെറിയൊരു കുഞ്ഞു കീർത്തനം പാടാം, ഒരു സിമ്പിളായിട്ടുള്ള പാട്. നാദത്തനു മനുഷ്യൻ, അതായത് ത്യാഗരാജ സ്വാമികൾ ശിവനെ കുറിച്ച് എഴുതിയ ഒരു കീർത്തനമാണ്.
അപൂർവമാണ്. ചിത്തരഞ്ജിനി എന്നൊരു രാഗമാണ്. ചിത്തരഞ്ജിനി അത് കരഹരപ്രിയ കേട്ടില്ലേ? അതെ അതെ. ആ, കരഹരപ്രിയയുടെ ജന്യമായിട്ടുള്ള ചിത്ര, നിഷാദാന്ത്യ രാഗം എന്ന് പറയും. നിഷാദം വരെ പോകുള്ളൂ, അധികം മുകളിൽ പോവില്ല. സരിഗമപധനി നിധപ മഗരി സാന്റെ വരുള്ളൂ. കീർത്തന. നാദ തനുമനിഷം ശങ്കരം നാദ തനുമനിഷം ശങ്കരം നാദ തനുമനിഷം ശങ്കരം നാദ തനുമനിഷം ശങ്കരം നമാമി മേ മനസാ ശിരസാ നാദ തനുമനിഷം മോദകര നിഗമോത്തമ സാമ വേദസാരം പാരം വാരം സദ്യോജാതാദി പഞ്ചവക്രജ സരിഗമപധനി വരസപ്തസ്വര വിദ്യാലോലം വിഗളിതജാലം വിമലഹൃദയ ത്യാഗരാജപാലം നാദ തനുമനിഷം. താളത്തിലല്ല പാടിയത്. അല്ലേ ഇതിങ്ങനെ കേട്ടിരിക്കാനുള്ള സുഖം എന്താന്ന് അറിയോ? ശിവനെ കുറിച്ച് അപൂർവമായിട്ട് കിട്ടുള്ളൂ എന്നല്ല. നിധ നിപധ നിധവ മഗരി സരിഗമപധനിധ ഇനി സ ഇങ്ങനെ നടന്ന് കളിക്കുക. അതല്ലേ പ്രത്യേകം എന്ന് വെച്ചാൽ അവിടെ മുകളിലേക്ക് പോകില്ല അതിനുള്ളൂ. ബാക്കിയെല്ലാം കരകപ്രിയ തന്നെ രാഗം. അവർക്ക് പഠിച്ചാണല്ലോ അല്ലേ? അന്നൊക്കെ പണ്ട് കീർത്തന വരെ പഠിച്ചു. അന്ന് എന്താ പഠിച്ചു? അന്ന് വളരെ കുറച്ചെല്ലാം പഠിച്ചു. കുട്ടൻ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ഏതായാലും ഇനി നമ്മൾക്കൊരു ഒരു പഴയ പാട്ട് പറഞ്ഞാൽ എനിക്ക് വരികളൊന്നും ഓർമ്മ ഉണ്ടാവും. എന്നാലും ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? രണ്ടാം കൂടി അറിയുന്നൊരു പാട്ട് പാടിയാലേ? എന്നാൽ രണ്ടാം കൂടി പാടാം നമുക്ക്. ഇത് സ്വർണ്ണ അത് പാടിക്കൂടെ? തുടങ്ങിക്കോളൂ. അപ്പോൾ പക്ഷെ നമ്മൾക്ക് ഒരു പഴയ പാട്ടോടുകൂടി നമ്മൾക്ക് ഇതങ്ങോട്ട് അവസാനിപ്പിക്കാല്ലേ? ഏതായാലും ഈ കെയർ സുനിലിനെ കാണാൻ പറ്റിയ ഞാനും തന്നെ മാഷ കാരണം വല്ലപ്പോഴല്ലേ കാരണം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാറില്ലല്ലോ. അത് കേൾക്കണോ? എൻ്റെ ഇടയ്ക്ക് പറയാം. ഒരു കുട്ടി, ഞാൻ 10-12 കൊല്ലം മുന്നേ പാട്ട് പഠിച്ച കുട്ടി, ഞാൻ വിഷുവിന് എല്ലാവർക്കും വിഷുക്കായിട്ട് കൊടുക്കും. എന്താ കൊടുക്കുക വെച്ചാൽ ഈ തിളങ്ങുന്ന പൈസ ഇല്ലേ, 5 രൂപ 10 രൂപ തിളങ്ങുന്ന പൈസ ഇല്ലേ, അത് കൊടുക്കും. ഈ കുട്ടി വിളിച്ചത്, മാഷേ ഞാൻ ഇന്നയാളാണ്, എന്താ ആളുടെ പേര്, ഇന്നയാളാണ്, അപ്പം ഞാൻ മാഷെത്തി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോളിപ്പോൾ എവിടെ? ഞാൻ അമേരിക്കയിലാണ്, ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്, മാഷ് തരണം, എനിക്ക് വിഷു കഴിഞ്ഞിട്ട് തരണം. അപ്പം ഞാൻ പറഞ്ഞു, വിഷു കഴിഞ്ഞല്ലോ, എന്നാലും വിഷു കഴിഞ്ഞിട്ട് തരണം എന്ന് പറഞ്ഞു. ആ കുട്ടി വന്നു. അവൻ എനിക്ക് തേങ്ങ, പക്ഷേ നമ്മളെ പഴയ കുട്ടികളെ നമ്മൾ ഓർക്കുന്നല്ലോ തീർച്ചയായിട്ടും. എന്നിട്ട് വന്നു, ഞാൻ ഇവിടെ വിഷു പൈസ ഉണ്ട്, ചില്ലറ പൈസ ഞാൻ ബാങ്കിൽ നിന്ന് കൊണ്ട് കുട്ടികൾ കൊടുക്കാൻ എഴുതുകയും, എന്നിട്ട് അത് ഞാൻ കൊടുത്തു. അത് സന്തോഷമായി പോയി. എന്താ പേര്? അയ്യോ കിട്ടില്ലല്ലോ, എന്തൊരു കഷ്ടം. അങ്ങനെ കുറേ കുട്ടികൾ വിളിക്കാറുണ്ട്. അപ്പം അതൊക്കെ സന്തോഷമാണ്. അതെ അതെ. ഓക്കെ, പറഞ്ഞോളൂ. സ്വർണ്ണശ്യാമം. അതെ അതെ. അപ്പം അത് പാടിയിട്ട് അങ്ങോട്ട് നിർത്താമല്ലോ നമുക്ക്? തുടങ്ങിക്കോളൂ. എനിക്ക് തുടങ്ങുമ്പോൾ എനിക്ക് പഴയൊരു ഓർമ്മയുള്ളൂ. ശ്രുതിയത് അതല്ലേ? സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ഹർഷലോലനായി നിത്യവും നിന്റെ ഹംസതൂലിക ശയ്യയിൽ വന്നു പൂവിടുമായി
സ്വർഗമായിരുന്നു ഞാൻ എന്നുമീ പർണശാലയിൽ സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ താവകാത്മാവിനുള്ളിലെ നിത്യദാഹമായിരുന്നെങ്കിൽ ഞാൻ മൂകമാ നിൻ മനോരഥത്തിലെ മോഹമായിരുന്നെങ്കിൽ ഞാൻ നൃത്തലോലനായി നിത്യവും നിന്റെ മുഗ്ധ സങ്കൽപ്പമാകവേ വന്നു ചാർത്തിക്കുമായിരുന്നു ഞാൻ എന്നിലെ പ്രേമമാരഭം മാലികല്ലേ പ്രേമമാലിക ആണോ എന്തോ അതിൽ എന്തോ സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ എന്താണ് കമ്പോസിങ് ഒന്നും പറയല്ല. ഏതായാലും സന്തോഷം മാഷെ, ഒന്നുകൂടെ ആ കൈയൊന്ന് തരിക. പറയാണ്ടിരിക്കാൻ വയ്യ, കാരണം ഇങ്ങനെ കൂടിച്ചേരലിന്റെ സഹായിച്ച ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു.